സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ ഭേദപ്പെട്ട പോളിംഗ് 11:30 വരെ 31% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊച്ചി അടക്കമുള്ള കോർപ്പറേഷനുകളിലും മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത്. പോളിംഗ് മെഷീനുകളിലെ തകരാറിനെ തുടർന്ന് വിവിധയിടങ്ങളിൽ രാവിലെ വോട്ടെടുപ്പ് തടസ്സപ്പെട്ടു. തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിൽ നിന്ന് അബ്ദുൾ റഹീമാണ് ചേരുന്നത്. അബ്ദുൾ റഹീം, എന്താണ് കൊച്ചിയിലെ അവസ്ഥ? ഇപ്പോഴും പോളിംഗ് ബൂത്തുകളിൽ വലിയ തിരക്കാണോ കാണാൻ കഴിയുന്നത്? എന്താണ് കൊച്ചിയിലെ സ്ഥിതി? ലക്ഷ്മി, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ചാണെങ്കിൽ ജില്ലയിലാണ് ഇപ്പോൾ ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കനുസരിച്ചാണെങ്കിൽ ഏകദേശം 33.83% എറണാകുളം ജില്ലയിൽ ആകെ പോൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നതും എറണാകുളത്ത് തന്നെയാണ്. എറണാകുളത്തിന്റെ വിവിധ മേഖലകളിൽ ഈ തരത്തിൽ വലിയ ക്യൂ തന്നെ ഉണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലെ പടമുകളിലുള്ള 20-ാം നമ്പർ ബൂത്തിലാണ്. അല്പസമയത്തിന് മുൻപാണ് ഇവിടെ സിനിമാ നടൻ ലാൽ അടക്കമുള്ളവർ വോട്ട് ചെയ്ത് മടങ്ങിയത്. വലിയ രീതിയിൽ തന്നെ വിവിധ മേഖലകളിൽ, അതായത് നഗര ഗ്രാമഭേദമന്യേ എല്ലായിടത്തും തന്നെ വലിയ രീതിയിൽ ആളുകൾ വോട്ട് ചെയ്യാൻ എത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും മറ്റ് മലയോര മേഖലകളിൽ, അതായത് കോതമംഗലം പോലുള്ള മേഖലകളിലൊക്കെ തന്നെ വലിയ ക്യൂ പല ബൂത്തുകളിലും കാണാൻ കഴിയുന്നുണ്ട്. പ്രധാനമായും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ, അതായത് പാർലമെന്റ് അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സ്വാഭാവികമായും UDF-നൊപ്പം നിൽക്കുന്ന ഒരു ജില്ലയാണ് എറണാകുളം. പക്ഷേ എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് നേരെ തിരിച്ചാണ്. കാരണം LDF-നൊപ്പമാണ് പല നഗരസഭകളാണെങ്കിലും പഞ്ചായത്തുകളും ഒക്കെ ഉള്ളത്. പ്രധാനമായും ഈ കൊച്ചി കോർപ്പറേഷൻ ഇത് തിരിച്ചു പിടിക്കാനുള്ള ഒരു മികച്ച ഒരു തയ്യാറെടുപ്പിലാണ് UDF നീങ്ങുന്നത്. കാരണം കഴിഞ്ഞ തവണ UDF-ന്റെ കയ്യിൽ നിന്ന് പോയ ഈ കൊച്ചി കോർപ്പറേഷൻ ഭരണം ഇത്തവണ ഏത് വിധേനയും തിരിച്ചു പിടിക്കുക എന്നുള്ളത് തന്നെയാണ് UDF ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ നിലവിലുള്ള ഭരണം നിലനിർത്തുക എന്നൊരു ലക്ഷ്യത്തോടെ LDF-ഉം കച്ചമുറുക്കി കളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാരെ ബൂത്തുകളിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമത്തിലാണ് എല്ലാ പഞ്ചായത്തുകളിലെയും ഡിവിഷനുകളിലും ഒക്കെ സ്ഥാനാർത്ഥികളാണെങ്കിലും പ്രവർത്തകരും നിലവിലുള്ളത്. ഏതായാലും വിവിധ ഇടങ്ങളിൽ വലിയ ക്യൂ തന്നെയുണ്ട്. കൂടാതെ മറ്റൊരു കാര്യം, ഈ കളമശ്ശേരി, അതുപോലെ തന്നെ മരട്, അതുപോലെ തൃക്കാക്കര മുനിസിപ്പാലിറ്റി ഒക്കെ നിലവിൽ UDF ഭരിക്കുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ ഇത്തവണ അവിടെ ഒരു മാറ്റം ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. കാരണം തൃക്കാക്കര നഗരസഭയെ സംബന്ധിച്ച് നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷം നിരവധി ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ ഉയർന്നു വന്നതാണ്. അതുകൂടാതെ ഈ മൂന്ന് മുനിസിപ്പാലിറ്റികൾ, മരട്, കളമശ്ശേരി, അതുപോലെ തന്നെ തൃക്കാക്കര, ഈ 3 മുനിസിപ്പാലിറ്റികളാണ് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുമാനം വരുന്ന 3 മുനിസിപ്പാലിറ്റികൾ. അതുകൊണ്ട് തന്നെ ഈ മുനിസിപ്പാലിറ്റികൾ ആര് ഇത്തവണ പിടിക്കുമെന്നുള്ളതാണ്. UDF തുടർഭരണം പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിൽ LDF-നെ അട്ടിമറിക്കാം എന്നൊരു പ്രതീക്ഷയോട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഏതായാലും ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ മികച്ച പോളിംഗ് തന്നെ രേഖപ്പെടുത്തുകയാണ് ലക്ഷ്മി. ശരി, അബ്ദുൾ റഹീമാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.